വാരപ്പെട്ടി കവലയെ ഹരിത ടൗണായി പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിലായിരുന്നു പ്രഖ്യാപനം. പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ചന്ദ്രശേഖരൻ നായർ യോഗം ഉദ്ഘാടനം ചെയ്തു. വാരപ്പെട്ടി കവല ഇനി മുതൽ ഹരിത ടൗൺ ആയി അറിയപ്പെടും. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഈ ജംഗ്ഷൻ ഹരിത ടൗൺ ആയി അധികൃതർ പ്രഖ്യാപിച്ചു. മാലിന്യമുക്തം നവകേരളം, വൃത്തിയുള്ള വാരപ്പെട്ടി എന്ന ലക്ഷ്യം കൈവരിക്കാനായി നടത്തുന്ന നിരവധി പ്രവർത്തനങ്ങളിൽ ഒന്നാണ് പ്രധാന കവലകളെല്ലാം ഹരിത ടൗൺ ആക്കുന്നതിനുള്ള നടപടി. ഇതുമായി ബന്ധപ്പെട്ട് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, വ്യാപാരി സുഹൃത്തുക്കൾ, ഹരിത കർമ്മസേനാംഗങ്ങൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, മറ്റ് സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ഒത്തുചേർന്ന വാരപ്പെട്ടി കവലയിൽ ശുചീകരണം നടത്തിയിരുന്നു. ചെടിച്ചട്ടികൾ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്തു. തുടർന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിലായിരുന്നു പ്രഖ്യാപനം. പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ചന്ദ്രശേഖരൻ നായർ യോഗം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, സംസ്ഥാന ഗവൺമെന്റ് നവകേരളം, വൃത്തിയുള്ള കേരളം, അതോടൊപ്പം തന്നെ വൃത്തിയുള്ള വാരപ്പെട്ടി എന്ന വലിയ പ്രവർത്തനവുമായി കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാന ഗവൺമെൻറ് എല്ലാ പിന്തുണയും നമ്മുടെ മാലിന്യമുക്തമായിട്ടുള്ള ഒരു കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിപാടി കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് അതിൻ്റെ ചുമതല നൽകിയിട്ടുള്ളത്. അതുപോലെ ഒപ്പം തന്നെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനുമാണ് അതിൻ്റെ ചുമതല നൽകിയിട്ടുള്ളത്. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഏത് പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോഴും ആ മേഖലയിലുള്ള നാട്ടുകാരുടെ സഹകരണം പൂർണ്ണമായി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഹരിത ടൗൺ പ്രഖ്യാപിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിവിടെ എല്ലാ കടക്കാരുടെയും വ്യാപാരി വ്യവസായ സുഹൃത്തുക്കളുടെ എല്ലാം സഹായം അഭ്യർത്ഥിച്ചിരുന്നു. അവരെല്ലാവരും സഹായം നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവരെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ചിലരിക്കണേ അവരുടെ കടകളിലെല്ലാം വണ്ടി കയറാതിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യും. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം.എസ്. ബെന്നി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.എം. സെയ്ദ്, മെമ്പർമാരായ ബേസിൽ യോഹന്നാൻ, കെ.കെ. ഹുസൈൻ, പ്രിയ സന്തോഷ്, ഷജി ബസി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികളായ എൻ.ആർ. സജീവൻ, ഇ.എം. റഹീം, പഞ്ചായത്ത് സെക്രട്ടറി എം.എം. ഷംസുദ്ദീൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനില ബേബി, അസിസ്റ്റന്റ് സെക്രട്ടറി കെ.കെ. പ്രകാശ്, ഹരിത കർമ്മസേന കോർഡിനേറ്റർ ശാലിനി എന്നിവർ പങ്കെടുത്തു. മീഡിയ 60 കോതമംഗലം.